ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെല്ലോ ഡയറീസ്. പിന്നെ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്, കാരണം ഇത്രയും ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ കാണും. ഇത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഒത്തു വന്നത്. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി അൺബോക്സിംഗ് ആണ്. ഇത്രയും സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വൺ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗിഫ്റ്റ് ആണെന്നുള്ളത്. സോ ഇത്രയും സംഭവം എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ അങ്കിളാണ്. സോ എൻ്റെ അടുത്ത് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാർട്ടിലുള്ള ഒരു ലോഡ് സംഭവങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഞാൻ തന്നെ പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ച സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഒരു വൈറ്റ് ഓർഗനൈസർ. ഇത് ഞാൻ ഷോർട്ട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു 4-5 കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വൈറ്റ് കളറും കൂടെ ആയപ്പോൾ കുറച്ച് ഏസ്തറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കോർണറിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മേ ബി. ഈ ഒരു സൈഡ് ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് കളർ ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് വെച്ചിട്ടുള്ളത്. സോ അതിന് പകരം ഇതിവിടെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ, ഇത് കുറച്ച് ഡ്രോയിങ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. കാരണം ഈ ഒരു സമയത്താണ് ഞാൻ വീണ്ടും ചിത്രം വരയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു ബിഗിനറാണ്. സോ എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറേ ഐറ്റംസ് ഞാനൊരു ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു കോംബോ കണ്ടുപിടിച്ചതായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഇതിൽ കുറച്ച് സംഭവങ്ങൾ ഓൾറെഡി ഉള്ളതുണ്ട്, പക്ഷെ അതൊക്കെ കേടുവന്നുപോയി. ഫസ്റ്റ് വൺ ഈ ഒരു പേപ്പർ സ്റ്റംപ്, പിന്നെ ഈ ഒരു ഗ്ലൗസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ജെൽ പെൻ. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് കട്ട പിടിച്ചു പോയി. ഞാൻ മര്യാദയ്ക്കൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ. പിന്നെ ഈ ഒരു സാൻഡ് പേപ്പറുടെ സംഭവം, എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ തന്നെ പെൻസിൽ എക്സ്റ്റെൻഡർ, അതുപോലെ തന്നെ ഇത് കൈനബിൾ ഇറേസർ. ഇതും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് കേടൊന്നുപോയി ഗൈസ്. ഇനി നമുക്ക് മൂന്നാമത്തെ പാക്കേജ് അൺബോക്സ് ചെയ്യാം. ഇതും ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചത് വൈറ്റ് ചാർക്കോൾ പെൻസിലാണ്. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു കോംബോയാണിത്. ഇതിൽ തന്നെ പ്രിസിഷൻ നൈഫും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചാർക്കോൾ പെൻസിൽ 3 വരണ വൈറ്റിൻ്റെ സെറ്റും കിട്ടുന്നുണ്ട്. സോ ഞാൻ അതിപ്പോൾ ഓരോന്നായിട്ട് മര്യാദയ്ക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ ടോട്ടലായിട്ട് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഇല്ലാത്ത സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ തപ്പി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഗ്ലൗസ് തന്നെ പൊട്ടിക്കാം. പിന്നെ ഈ ഒരു ഗ്ലൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബിഗിനർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ വിചാരം ഈ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ആണ് എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് അന്ന് ഈ ഒരു വീഡിയോ മൊത്തമല്ല പകുതി ഞാൻ ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ നെക്സ്റ്റ് ഈ ഒരു പെൻസിൽ എക്സ്റ്റെൻഡർ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ തന്നെയാണ്, പക്ഷേ എൻ്റെ ഒരു സൈഡ് എൻ്റെ പെൻസിലിൽ കൊള്ളണില്ല, ചെറിയ ഭാഗം. അടുത്തത് ജെൽ പെൻ. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത്, ഞാൻ യൂസ് ചെയ്യാണ്ട് ഫുള്ള് വേസ്റ്റായി പോയ സങ്കടത്തിലാണ് ഞാനുള്ളത്. നെക്സ്റ്റ് പേപ്പർ സ്റ്റംപ്. ഇത് ഇനി ബ്ലെൻഡിങ് ടൂൾ അടിപൊളിയാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ കേടുവന്നുപോയി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വൺ ഈ സാധനം, എനിക്ക് എൻ്റെ പേര് അറിയില്ല. ഞാൻ ഓൾറെഡി സാൻഡ് പേപ്പറും യൂസ് ചെയ്തിട്ടാണ് പെൻസിൽ ഷാർപ്പ് ചെയ്യാനും പേപ്പർ സ്റ്റമ്പൊക്കെ ഇതാക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിങ്ങനെ ഒരു ടൂളുണ്ട്, അതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കീറിച്ചെടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം റഫായിട്ടുള്ള സർഫേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പേപ്പർ സ്റ്റമ്പും പെൻസിലൊക്കെ അതിൽ ഷാർപ്പ് ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് ചാർക്കോൾ പെൻസിൽ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് വൈറ്റ് പോർഷൻസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതിൽ 3 വരുന്ന ഒരു സെറ്റാണ്. 3 സെയിം പെൻസിൽ തന്നെയാണ്. അങ്ങനെ സോഫ്റ്റ് മീഡിയം എന്നുള്ള സംഭവം വ്യത്യാസങ്ങളൊന്നും ഇല്ല. സോ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ പറയുക. പിന്നെ ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ മൊത്തം വീഡിയോ എടുത്തിരിക്കണത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ഒന്നാമത് ഒരു കയ്യിൽ മൈലാഞ്ചി, പിന്നെ ഒരു കയ്യിൽ ഗ്ലൗസും. അത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയണം. പിന്നെ മാറ്റാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ അടുത്തത് ഈ ഒരു പ്രിസിഷൻ നൈഫ്. ഇത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ അടപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം. പിന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് യൂസ് ചെയ്ത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്യാനും പിന്നെ ഡ്രോയിങ്ങിൽ പെൻസിൽ ഷാർപ്പ് ചെയ്യാനൊക്കെയാണ്. ഞാൻ ഇതിലൊന്നും ചെയ്ത് പഠിച്ചിട്ടില്ല. സോ മെല്ലെ ചെയ്ത് പഠിക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ 3-4 ബ്ലേഡ്സും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും സംഭവങ്ങൾ അൺബോക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യണത് എൻ്റെ ഈ ഒരു കയ്യിൽ ഈ ഒരു ഗ്ലൗസ് ഇട്ട് ഭയങ്കര ബോറായിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ തയ്ച്ച് മാറ്റി. നെക്സ്റ്റ് വൺ ഈ ഒരു കൈനബിൾ ഇറേസർ. ഇതിന് എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് ഞാൻ 2-3 വർഷം മുമ്പ് വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് സ്മെല്ല് വരാൻ തുടങ്ങി ഗൈസ്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി ഇതിന്നൊരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മളത് പൊട്ടിച്ച് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
അപ്പം അങ്ങനെ അതിൽ കുറച്ച് സ്മെൽസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് കളഞ്ഞു. ഇപ്പോൾ ഇതാ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. ഇതിൽ വരുമെന്നൊന്നും അറിയില്ല. സോ ടോട്ടലി ഇത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പെൻസിൽസൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ആരൊക്കെയോ കുറച്ചേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. സംഭവം ഞാനൊരു ബിഗിനർ തന്നെയാണ്. പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിലേക്കൊന്നും പോയിട്ടില്ല. സോ എനിക്ക് ബേസിക്സ് ഒന്നും അറിയില്ല. ഞാൻ എൻ്റേതായ രീതിക്ക് വരയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചാർക്കോൾ പെൻസിൽ വന്നിട്ട് ഈ ഒരു ക്യാമലിൻ്റെ ഈ ഒരു പെൻസിലാണ്. ഞാൻ പിന്നെ ഈ ഒരു ഇടയായിട്ട് മാത്രമേ ചാർക്കോൾ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ക്യാമലിൻ്റെ ഈ ഒരു പെൻസിൽ 3 വേരിയൻ്റ് ആണ് ഉള്ളത്. ഒരു ഹാർഡും പിന്നെ ഒരു സോഫ്റ്റും പിന്നെ ഒരു മീഡിയവും ആണ് ഉള്ളത്. സോ എനിക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഞാൻ നോർമലി ഗ്രാഫൈറ്റ് പെൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ സോഫ്റ്റാണ് എനിക്ക് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഹാർഡ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ച് വരണതേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണ ഗ്രാഫൈറ്റ് പെൻസിൽ ഇത് കുറച്ച് പഴയതാണ്. ഇത് ഏകദേശം 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പെൻസിൽ കളഞ്ഞൊക്കെ പോയി, പിന്നെ തീരാനൊക്കെ ആയി. ബട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെറ്റിൽ 6 പെൻസിൽസ് ആണ് ഉള്ളത്. 2B മുതൽ 10B വരെ ഉണ്ട്. ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും. ഇതിൽ എൻ്റെ 6B എന്തോ മറ്റാണ് കളഞ്ഞു പോയത്. പിന്നെ ഇതാണ് എൻ്റെ പഴയ ഒരു വൈറ്റ് ജെൽ പെൻ. ഇത് ഇപ്പോൾ വർക്കില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഫുള്ള് കട്ടയായിട്ടാണുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടും ഞാൻ ഓൾറെഡി വാങ്ങിയ ഒരേ ഒരു സംഭവം ഈ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പാണ്. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ ആ ഒരു കോംബോയിൽ അത് ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് പിന്നെ വാങ്ങി. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ബുക്ക്. ഞാൻ ക്യാമലിൻ്റെ ഒരു വലിയ ബുക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് സീരീസിന് വേണ്ടി ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഭയങ്കര GSM ഒക്കെ കുറഞ്ഞ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബുക്ക്. പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ കട്ടി കുറവാണ്. സോ ഓവറായിട്ടുള്ള ബ്ലെൻഡിങ് പരിപാടീസ് ഒന്നും നടക്കില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിങ്സ്. നിങ്ങൾ ഓൾറെഡി ഷോർട്സിലെല്ലാം കണ്ടായിരിക്കും. പിന്നെ അന്ന് ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം 2-3 ഡ്രോയിങ്സൊക്കെ വരച്ച് കഴിഞ്ഞു. പിന്നെ ഈ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വരയ്ക്കണം, മര്യാദയ്ക്ക് നടക്കണില്ല, പഠിക്കണം നടക്കണില്ല, വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നില്ല. ഫുള്ള് മടിയുടെ ജീവിതമാണ് ഗൈസ്. അതൊക്കെ മാറ്റിയെടുത്ത് വീണ്ടും പ്രൊഡക്റ്റീവ് ആവണം. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ പ്രൈസും നല്ല രീതിക്ക് കുറവാണ്. അതുപോലെ തന്നെ പേജും 20 പേജ് മറ്റും എന്തേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. സോ അപ്പോൾ ടോട്ടലി ഇതാണ് എൻ്റെ അടുത്തുള്ള പുതിയതും പഴയതുമായിട്ടുള്ള ഡ്രോയിങ് സപ്ലൈസസ്. പിന്നെ ഈ ഒരു വീഡിയോ തുടങ്ങിയത് അൺബോക്സിംഗ് ആയിട്ടാണെങ്കിലും അവസാനിച്ചത് എൻ്റെ ഡ്രോയിങ് സപ്ലൈസസ് ഒക്കെ കാണിച്ചു തന്നിട്ടാണ്. പിന്നെ ഇത്ര മാത്രം സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. റിംഗ് ലൈറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേറെ 2-3 സാധനങ്ങളും കൂടി ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം അതൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മാത്രം ഞാൻ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇതിൽ തന്നെ ഞാൻ ഓൾറെഡി കുറേ സംഭവങ്ങളൊക്കെ കാണിച്ച് വീഡിയോ അധികം ലെങ്തി ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം അത് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. സോ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.